വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ 13 വയസ്സുകാരിയെ നാട്ടിലെത്തിക്കും. കഴിഞ്ഞ രാത്രി താമ്പരം എക്സ്പ്രസിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ RPFന് കൈമാറി. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് കുട്ടി. കഴക്കൂട്ടം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഏതാണ്ട് 36 മണിക്കൂർ നീണ്ടുനിന്ന അന്വേഷണം, അത് നമുക്കറിയാവുന്നതുപോലെ കന്യാകുമാരിയിൽ വ്യാപകമായിരുന്നു. നാഗർകോവിൽ അന്വേഷിച്ചു, ചെന്നൈയിൽ തിരച്ചിലുണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. എന്താണ് അതിന്റെ വിവരങ്ങൾ? ഏത് തരത്തിലാണ് കുട്ടിയെ ഈ മലയാളി സമാജം പ്രവർത്തകർക്ക് തിരിച്ചറിയാനായത്? രജിത്ത്, താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള സംഘം ഇതിനകം തന്നെ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പോലീസിന്റെ സംഘവും CWC അംഗങ്ങളും അവിടെ എത്തുമെന്ന വിവരമാണ്. നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും കുട്ടിയെ കേരളത്തിൽ എത്തിക്കുക. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന വിവരമാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മാത്രവുമല്ല, ഇനി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായി തന്നെ പരിശോധിക്കണം. അമ്മ ശാസ്ത്രത്തിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ സമീപവാസികൾ നൽകിയ മൊഴികൾ അത് കുട്ടിയെ നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴികളുടെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും അതേ തുടർന്ന് ഈ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുക. കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം, അത് വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ്. അതോടൊപ്പം തന്നെയാണ് CWCയുടെ അംഗങ്ങളും അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരാണ് കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്തിയത്. ഇത്രയും ദൂരം കുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. കുട്ടിയെ ആദ്യം കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത പറയുന്നത് ഏതാണ്ട് 40 രൂപ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നതെന്നാണ്. എന്നാൽ ബാഗിൽ കൂടുതൽ തുക ഉണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. കുട്ടി ട്രെയിനിൽ കരഞ്ഞു. ഇതിൽ അസ്വാഭാവികത തോന്നിയാണ് ബബിത ചിത്രം പകർത്തുന്നത്. അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും തുടർന്ന് മധുര വഴി ചെന്നൈയിലേക്കും ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. മറ്റ് ഒരിടത്തും ഇറങ്ങാതെ കുട്ടി യാത്ര നടത്തിയത് അസമിലെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ഒരു യാത്രയുടെ രീതിയും പോയ വഴിയും പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്ക് അസമിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് കുട്ടി നടത്തിയതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 13 വയസ്സാണുള്ളത്. കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലും നാഗർകോവിലിലും അടക്കം പരിശോധന നടത്തുമ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നാഗർകോവിലിൽ നിന്ന് ട്രാക്ക് 2ആയി തിരിയുന്നുണ്ട്. മധുര വഴി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പലപ്പോഴും പരിശോധന ചുരുങ്ങിയത് കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും പരിശോധന കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടത് കന്യാകുമാരി നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മറ്റൊരു സാധ്യതയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത് മധുര വഴി ചെന്നൈയിലേക്കുള്ള യാത്ര. അത് വിനോദ് കൃത്യമായി നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കാണാതായ പെൺകുട്ടി സ്വദേശമായ അസമിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് ആദ്യം സൂചിപ്പിച്ചത് നമ്മളാണ്, News 18 ആണ്. പെൺകുട്ടി നാഗർകോവിലിൽ ഇറങ്ങി നാട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് VV വിനോദ് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. കന്യാകുമാരിയിൽ നിന്ന് വന്ന ഈ പരിശോധിക്കപ്പെടുന്ന 2ാമത്തെ ട്രെയിനാണ് ഇത്. ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനാണ്. ഒരുപക്ഷെ കുട്ടി വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ 2ാമത് ഒരു ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൻ്റെ അങ്ങനെ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് പോലീസ് അവിടുത്തെ കഴക്കൂട്ടം പോലീസിന്റെ വിനോദ്. അതാണ് ഇതിന്റെ പോലീസ് സംഘം പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. അവർക്ക് പല സൂചന ഉണ്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ, പിന്നെ ഓട്ടോ ഡ്രൈവർമാർ നൽകിയ ഒരു മൊഴിയിലെ പ്രശ്നം, അതൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു അന്വേഷണത്തിന് ഒരു ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കുട്ടിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ശുഭസൂചകമായത്. അരിജിത്ത്, ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി ആദ്യം തന്നെ സംശയം ജനിപ്പിച്ചതായിരുന്നു. കാരണം ആ സ്റ്റാൻഡിലെ തന്നെ മറ്റ് ഡ്രൈവർമാർ ഈ ഡ്രൈവറെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അതിൽ സംശയം ജനിപ്പിച്ചത്. കാരണം അങ്ങനെ സത്യസന്ധമായ എല്ലാ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ അത്തരത്തിൽ കള്ളം പറയുന്ന സ്വഭാവമുള്ള ഒരാളാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹത്തോടൊപ്പം ആ സ്റ്റാൻഡിൽ തന്നെ ഉള്ള മറ്റ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നൊരു നിലയുണ്ടായിരുന്നു. മാത്രവുമല്ല, കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ആ പരിസരത്ത് എവിടെയെങ്കിലും പെൺകുട്ടി ചുറ്റിത്തിരിയുന്ന നിലയിൽ അങ്ങനെ
അങ്ങനെ ഒരു സാഹചര്യ തെളിവ് ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല അവിടെ വെള്ളമെടുത്ത് തിരികെ ട്രെയിനിൽ തന്നെ കയറി എന്ന നിലയ്ക്കുള്ള ദൃശ്യങ്ങൾ, അവിടെ ക്ലീനിങ് ജോലിക്ക് ഉണ്ടായിരുന്ന സ്ത്രീ നൽകിയ മൊഴി, ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വീണ്ടും യാത്ര തുടർന്നു എന്ന് തന്നെയാണ്. അപ്പോഴും പരിശോധന അല്ലെങ്കിൽ അതിനൊരു ഊന്നൽ നൽകിയത് നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലായിരുന്നു. അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മാത്രമല്ല സാധ്യമാകുന്നത്, നാഗർകോവിൽ നിന്ന് മറ്റൊരു പാത മധുരയിലേക്ക് പോകുന്നുണ്ട്. ആ വഴിയിലൂടെ കുട്ടി സഞ്ചരിക്കാനുള്ള സാധ്യത ആ നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്നതും. ചെന്നൈയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കടക്കുമ്പോൾ വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്ന നില, അത് ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എത്തുന്നത്. അവിടെ മലയാളി സമാജത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായി. അവർ ആ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഏതായിരുന്നാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇനി കൗൺസിലിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വീട്ടിൽ ഏത് തരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ടിരുന്നു, ശാരീരികമായ പീഡനം, അതിനപ്പുറത്തേക്ക് മാനസികമായ പീഡനം, ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അയൽവാസികൾ നൽകുന്ന മൊഴി കുട്ടിയെ നിരന്തരമായി മർദ്ദിക്കാറുണ്ട് എന്നതായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി വിശദീകരിക്കേണ്ടതുണ്ട്. അസം സ്വദേശികളാണ്. വളരെ കുറച്ച് ദിവസം മുൻപാണ് ഇവിടെ താമസത്തിനെത്തിയത്. മറ്റ് 2 സഹോദരങ്ങൾ കൂടി കുട്ടിക്കുണ്ട്. ഒരു സഹോദരനുള്ളത് ചെന്നൈയിലാണെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ ഈ 19-കാരൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു എന്ന വിവരം പിന്നാലെ പുറത്തു വന്നു. ഏതായിരുന്നാലും പെൺകുട്ടി അസമിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഈ 20 ദിവസം മുൻപ് ഇവിടെ എത്തിയ കുടുംബം ഒരു സ്കൂളിൽ കുട്ടിയുടെ പിതാവ് അവിടെ തോട്ടപ്പണി ചെയ്യുകയാണ്. കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുകയും സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയും സ്കൂളിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സഹോദരങ്ങളുമായി വഴക്കുണ്ടാക്കി എന്നതിൻ്റെ പേരിൽ അമ്മ ശകാരിക്കുകയും കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തത്. പിന്നീട് ട്രെയിൻ യാത്ര, ആ ട്രെയിൻ യാത്രയാണ് ഇത്ര ദൂരത്തിൽ വെച്ച് വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്ന നിലയിലേക്ക് എത്തുന്നത്. ട്രെയിനിനുള്ളിൽ കുട്ടി കരയുകയും അതൊരു അരക്ഷിതബോധം കുട്ടിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാകണം എന്ന് നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നെയ്യാറ്റിൻകര സ്വദേശി ബബിതയുടെ ഒരു സമയോചിതമായ ഇടപെടലുണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്താൻ ബബിതയ്ക്ക് തോന്നിയത്. ആ ചിത്രങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട തെളിവായി ഈ മിസ്സിംഗ് കേസിൽ നിർണായകമായി മാറിയതും. ആ ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. തമിഴ്നാട് ഭാഗത്തേക്ക്, കന്യാകുമാരി ഭാഗത്തേക്ക് കുട്ടി എത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറിയത് ആ ചിത്രങ്ങളായിരുന്നു. ഏതായിരുന്നാലും കുട്ടിയെ കണ്ടുകിട്ടിയതിൻ്റെ വലിയ ആശ്വാസം നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം തന്നെയാണ് രഞ്ജിത്ത്. നമുക്കിനി വേണ്ടത് എങ്ങനെ ഈ കുട്ടിയെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ശിശുക്ഷേമ സമിതി സംരക്ഷണയിലാണ് ഈ കുട്ടി. പോലീസ് സംഘം, വനിതാ SI അടക്കമുള്ളവർ വിശാഖപട്ടണമൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എത്തിക്കാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? നാളത്തേക്കല്ലേ കുട്ടിയെ മാതാപിതാക്കൾ കാണാൻ സാധിക്കൂ? രഞ്ജിത്ത്, ഇന്ന് വൈകിട്ട് മാത്രമേ ഇവിടെ നിന്നുള്ള സംഘം വിശാഖപട്ടണത്തെത്തൂ. അതിനുശേഷം അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കുട്ടിയെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യം തൃപ്തികരമാണ്. പക്ഷേ ദീർഘദൂര യാത്രയാണ് കുട്ടി നടത്തിയത്. കൂടുതൽ ആഹാരം കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി കുപ്പിയിൽ വെള്ളമെടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്ര ചെയ്ത് അസമിലേക്ക് എത്തുക എന്നൊരു ശ്രമം ഈ 13 വയസ്സുകാരി നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു അരക്ഷിത ബോധം കുട്ടിയെ അലട്ടിയിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം കുട്ടി കരയുകയും അതിൽ അസ്വാഭാവികത തോന്നി ബബിത ആ ചിത്രം എടുക്കുകയുമായിരുന്നു. ആ ചിത്രം ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെളിവായി മാറുകയും ചെയ്തു. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു? അത് നാട്ടുകാർ നൽകുന്ന മൊഴി മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടിയെ മർദ്ദിച്ചിരുന്നു, കുട്ടിക്ക് അവിടെ വലിയ പീഡനം നേരിടേണ്ടി വന്നിരുന്നു. അത് എന്തുകൊണ്ട് ഈ മാതാപിതാക്കളുടെ രീതി ആ നിലയ്ക്കാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതിന് ആരോഗ്യ നില കേരളത്തിലെത്തിയ ശേഷവും നല്ല നിലയിലാകേണ്ടതുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ട ശേഷമായിരിക്കും തുടർന്ന് ഈ കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഉദ്വേഗജനകമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. സങ്കീർണമായ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എവിടെയാണ് കുട്ടി ഇറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സാധിച്ചിരുന്നില്ല. കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. പാറശാല വരെ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. പിന്നീട് കണ്ടതായുള്ള സാക്ഷിമൊഴികൾ അതിൽ വളരെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ നാഗർകോവിൽ എത്തുന്നതിന് മുൻപ് ഇരണിയിലോ കുഴിത്തുറയോ കുട്ടി ഇറങ്ങിയോ എന്നുള്ള സംശയം. മധുരയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അതിനിടയിൽ ഏതെങ്കിലും സ്റ്റോപ്പുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ, ഇങ്ങനെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നതോടുകൂടി കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരം DCP അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകി. ചെന്നൈയിൽ കണ്ടെത്തിയത് കാണാതായ കുട്ടി തന്നെ എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പു പറഞ്ഞു. തുടർന്നാണ് ഈ
വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുന്നത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ